മഴത്തോരു മുംബൈയിൽ സ്റ്റാലിനോട് യാത്ര പറഞ്ഞ് അലീന. അങ്ങനെ ഇന്നത്തെ കഥയിലാണെങ്കിൽ അലീനേനെ എല്ലാ സ്ഥലവും സ്റ്റാലിൻ ചുറ്റി നടന്ന് കൊണ്ടുപോയി കാണിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. ആദ്യം തന്നെ അവർ ജീപ്പിൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാലിൻ്റെ റബ്ബറും തോട്ടത്തിലേക്കാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അവിടെ എത്തിക്കഴിയുമ്പോൾ സ്റ്റാലി ആണെങ്കിൽ അലീനയോട് കഥ പറയുകയാണ്. അതായത് ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് നട്ട് വളർത്തിയതാണെന്ന് സ്റ്റാലി അലീനയോട് പറയുന്നു. ഞാനിവിടെ വരുമ്പോൾ ഇവിടെയൊക്കെ കാട് പിടിച്ച് ഒന്നുമില്ലാതെ കിടക്കുകയായിരുന്നു എന്നുകൂടി സ്റ്റാലി പറഞ്ഞു വയ്ക്കുന്നു. ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ അതിൽ ഇടയിൽ കയറി പറയുന്നുണ്ട്, അച്ഛനല്ലല്ലോ പണിതത്, അച്ഛനല്ലല്ലോ മരം നട്ടത്, ഇത് ജോലിക്കാരല്ലേ നട്ടത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നു. അപ്പോഴാണെങ്കിൽ സ്റ്റാലി പറയുന്നുണ്ട്, എൻ്റെ കയ്യിലുള്ള പണവും കാര്യങ്ങളൊക്കെ മുടക്കിയാണ് ഞാൻ ഈ റബ്ബർ മരങ്ങൾ വെച്ചത് എന്ന് പറയുന്നു. അത് കേട്ട നമ്മുടെ അലീന പറയുന്നുണ്ട്, അത് ശരിയായിരിക്കാം, പൈസ മുടക്കി ഉണ്ടായിരിക്കാം, പക്ഷേ വെച്ചത് പപ്പയല്ലല്ലോ, അതുകൊണ്ട് തന്നെ അതിലധികാരം മൊത്തം പപ്പയ്ക്ക് അല്ല എന്ന് നമ്മുടെ അലീന പറഞ്ഞു മനസ്സിലാക്കുന്നു. ഒരുപാട് ജോലിക്കാരുടെ വിയർപ്പും അധ്വാനവുമാണ് ഈ മരങ്ങൾ എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഇതേ സമയം അലീനയാണെങ്കിൽ റബ്ബർ മരങ്ങൾക്കിടയിൽ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോഴാണെങ്കിൽ അപ്പൻ അവതക്കുട്ടിച്ചായൻ്റെ അടുത്ത്, അപ്പാ ഇവൾക്ക് ഞാൻ പറയുന്നത് അങ്ങോട്ട് കത്തുന്നില്ല, ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഒരു പ്രശ്നവുമില്ല, അവൾ നേരായ രീതിയിൽ തന്നെയാണ് നിന്നോട് മറുപടി പറഞ്ഞത്, നീ പൈസ മുടക്കി, പക്ഷേ ജോലിക്കാരല്ലേ നട്ടത്, നീയല്ലല്ലോ എന്ന് സ്റ്റാലിയോട് അപ്പൻ പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന ആ റബ്ബറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്നതിന് ശേഷം എന്തെങ്കിലും ഡൊണേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ, ഇതിൽ നിന്ന് നല്ല വരുമാനമുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. ഇതിൽ നിന്ന് ഏകദേശം ഒരു മാസം 30 ലക്ഷം രൂപയ്ക്ക് അടുത്തുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അത് മൊത്തം ലാഭമാണോ എന്ന് ചോദിക്കുമ്പോൾ അത് മൊത്തം ലാഭമൊന്നുമല്ലെന്നേ, അതിൽ കുറച്ച് മാത്രമേ ലാഭമുള്ളൂ എന്ന് സ്റ്റാൻലി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തുടർന്ന് അലീന ചോദിക്കുന്നുണ്ട്, എങ്ങനെ പോയാലും ഒരു വർഷത്തിൽ 1 കോടിയുടെ അടുത്ത് ലാഭമൊക്കെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഉണ്ട് എന്ന് സ്റ്റാൻലി പറഞ്ഞു വയ്ക്കുമ്പോൾ ഡൊണേഷൻ്റെ കാര്യം പറയുകയാണ്. അതായത് പാവപ്പെട്ടവർക്കോ അനാഥാലയങ്ങൾക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ പാർട്ടി പ്രവർത്തകർക്കും പള്ളികൾക്കും കൂടാതെ തന്നെയാണെങ്കിൽ അമ്പലങ്ങൾക്കൊക്കെ കൊടുക്കുന്ന കണക്ക് പറയുകയാണ്. ഇതേ സമയം ഞാൻ ചോദിച്ചത് അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീന പറയുകയാണ്, പാവപ്പെട്ടവർ, അനാഥർ, ഒന്നുമില്ലാത്തവർ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ മതി അലീന, ഇനി പറയണ്ട എന്ന് സ്റ്റാൻലി പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം അതൊന്നും ഞാനല്ല നോക്കുന്നത്, അതൊക്കെ ആൻ്റപ്പനാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണം മാത്രം കൊണ്ട് സൂക്ഷിച്ച് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്നും, പണത്തിന് മാത്രമാണ് ഈ മരം ഉപയോഗിക്കുന്നതെങ്കിൽ ഇതെല്ലാം പാഴ്മരമാണെന്നും അലീന സ്റ്റാൻലിയോട് പറയുമ്പോൾ സ്റ്റാൻലിക്ക് നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. സ്റ്റാൻലി ആണെങ്കിൽ അലീനയോട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ഹോൺ അടിക്കുമ്പോൾ അവർ അങ്ങനെ കയറുന്നുണ്ട്. തുടർന്ന് സ്റ്റാലിൻ്റെ റബ്ബറിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഓഫീസിലേക്ക് എത്തുകയാണ്. അവിടുത്തെ മാനേജറിൻ്റെ അടുത്ത് സ്റ്റാൻലി അലീന തൻ്റെ മകളാണെന്ന് പറയുകയാണ് എന്ന്
കാണാൻ കഴിയും. അങ്ങനെ സ്റ്റാലിനാണെങ്കിൽ ഓഫീസിൽ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്നും കാണാം. ഇവിടെ അലീനയെയും മാമച്ചൻ എന്നല്ല ഔദക്കുട്ടി ചായനെയും ഒരുമിച്ച് ഇരുത്തി സൽക്കരിക്കുന്നുണ്ട്. ചായ വേണോ എന്ന് ചോദിക്കുമ്പോൾ അവർ വേണ്ട എന്ന് പറയുന്നുണ്ട്. തുടർന്ന് അലീനയെ സ്റ്റാഫുകൾ വന്ന് പരിചയപ്പെടുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനിടയിൽ അലീനയാണെങ്കിൽ ആരോട് നമ്മുടെ വല്യപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, വല്യപ്പച്ച ഞാൻ ഇടപെടണോ? ഇത് കള്ളു കുടിച്ച് ബോധമില്ലാതെ വന്നല്ലേ കണക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇടപെടണോ എന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പം ഒന്നും ഇടപെടണ്ടെന്നേ, അവൻ്റെ കാര്യത്തിൽ അങ്ങനെ കൈയിടുന്നൊന്നും അവന് അത്ര വലിയ താല്പര്യം ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ സമയവും ഉചിതമൊക്കെ നോക്കി ചെയ്താൽ മതി എന്ന് പറയുന്നു. ഒടുവിൽ അലീനയാണെങ്കിൽ തിരികെ വരികയാണ് എന്ന് കാണുന്നു. അതായത് അവരൊക്കെ കൂടി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ചും നമ്മുടെ സ്റ്റാലി ഒരഭിപ്രായം പറയുമ്പോൾ ശക്തമായി തന്നെ അലീന അതിനെ എതിർക്കുകയാണ്. പാവപ്പെട്ടവരുടെ വെള്ളത്തിൽ കല്ലിട്ട് ആസ്വദിക്കരുത് എന്ന് അലീന പറയുകയാണ് സ്റ്റാലിൻ്റെ അടുത്ത്. പണമുണ്ടെന്ന് കരുതി പാവപ്പെട്ടവരുടെ ജീവിതം ദുരിതത്തിലാഴ്ത്താനുള്ള ഒരവകാശവും ആർക്കുമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ സ്റ്റാലിന് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. ഒടുവിൽ എല്ലാ പ്രശ്നത്തിനൊടുവിൽ കറക്കത്തിനൊടുവിൽ തിരികെ വീട്ടിലേക്ക് വന്നെത്തുകയാണ്. ഒടുവിൽ അപ്പച്ചനോട് സ്റ്റാലിൻ പറയുന്നുണ്ട്, അവൾ എന്തിനാണ് എപ്പോഴും എന്നെ എതിർത്തുകൊണ്ടേയിരിക്കുന്നത്, എന്ത് കാരണത്തിനാണ് അവർ എന്നെ എതിർക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ എടാ അവൾ നല്ല കാര്യമാണ് പറയുന്നത്, നിനക്ക് അവളുടെ നന്മ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ചിട്ടകളുണ്ട്, അത് ഞാൻ അവളെ എന്തായാലും പഠിപ്പിക്കും, അനുസരിക്കും, എന്തായാലും ഞാൻ അവളെ കണ്ടതൊന്ന് പറയട്ടെ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലി അലീനയോട് പറയാണ്, അലീന എനിക്കൊരു ചിട്ടയും കാര്യങ്ങളും ഉണ്ട്, അതനുസരിച്ച് ജീവിച്ചേ മതിയാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ എന്ത് ചിട്ടയും എന്ത് സാഹചര്യവുമായാലും എനിക്ക് എൻ്റേതായ ഒരു ക്യാരക്ടറുണ്ട്, വെറുതെ ആവശ്യമില്ലാതെ എനിക്കത് നശിപ്പിച്ച് കളയാനായിട്ട് കഴിയില്ല. താഴെ തട്ടിൽ നിന്നും വന്നതുകൊണ്ടും അനാഥാലയത്തിൽ നിന്ന് വന്നതുകൊണ്ടും എന്ന് പറയുമ്പോൾ മതി, ഇത് കുറേയായി ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അനാഥാലയത്തിലേക്ക് തന്നെ കൊണ്ടുവിട്ടേക്കൂ, ഞാൻ ആരുടെ കൂടെയും നിർബന്ധിച്ച് ഇങ്ങനെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എൻ്റെ സ്വഭാവത്തിൽ അങ്ങനെ മാറ്റമൊന്നും എനിക്ക് വരുത്താനായിട്ട് കഴിയില്ല, എനിക്ക് എൻ്റേതായ ഒരു സ്വഭാവമുണ്ട്, വ്യക്തിത്വമുണ്ട്, എളിമയുണ്ട്, എൻ്റെ പെരുമാറ്റ രീതികളുണ്ട്, അതനുസരിച്ച് സത്യത്തിനും നീതിക്കും നിരക്കുന്നതേ ഞാൻ ചെയ്യുള്ളൂ എന്ന് അലീന സ്റ്റാലിനോട് പറയുന്നു. അപ്പോൾ സബ്സ്ക്രൈബ്